നമസ്കാരം. മലയാളം സുസ്ലോൺ എനർജി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട ഒരു പേരല്ലത്. കാരണം ഇത് എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നു കുറേ ലോങ് ടൈമായിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ആൾക്കാർക്കും നന്നായിട്ട് പരിചയമുണ്ട്. ഈ പുതിയ ആളുകൾക്കും ഇതിൽ വന്നിട്ടുള്ള ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു സ്റ്റോക്കാണ് സുസ്ലോൺ എനർജി എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും അതിൻ്റെ എന്താണ് സുസ്ലോൺ എനർജി, എല്ലാവർക്കും ഇത് വിൻഡ് എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ സ്റ്റോക്കിന് ഒരു ഇതുണ്ട്, ചരിത്രമുണ്ട്, ഒരു പാസ്റ്റും ഉണ്ട്, ഒരു പ്രസൻറ്റും ഉണ്ട്, ഇനിയൊരു ഫ്യൂച്ചറും ഉണ്ട്. അത് ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. പിന്നെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്ത് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാം. അത് നിങ്ങളുടെ ബ്രോക്കറോ അല്ലെങ്കിൽ അഡ്വൈസറായിട്ട് ആലോചിച്ചിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള കാര്യങ്ങൾക്കൊക്കെ പോകാം. അപ്പോൾ ഇന്നത്തെ വിഷയം സുസ്ലോൺ എനർജി. അപ്പോൾ ആദ്യം ഈ സുസ്ലോൺ എനർജി എന്ന് പറയുന്ന കമ്പനീനെ നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി സെക്ടർ, ആ ഒരു സെക്ടറാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. കാരണം ഇന്ത്യൻ ഗവൺമെൻറ്റിന് 2030 ഒരു ടാർഗറ്റ് വെച്ചിട്ട്, അതായത് ഏകദേശം 300 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അത് 2070 പാരീസ് ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. ആ കാർബൺ CO2 മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു ഒരു കരാർ. അതിലേക്കൊക്കെ പിന്നെ പോകാം, അത് ഞാൻ വേറൊരു സെക്ടറായിട്ട് വരാം. അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ ഇന്ത്യൻ ഗവൺമെൻറ് 2030 ആകുമ്പോഴേക്കും 500 ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി സെക്ടറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ അതിൽ വരുന്നതാണ് ഈ സോളാർ, വിൻഡ്, ന്യൂക്ലിയർ, ഇങ്ങനെയുള്ള കുറേ ഇതിൽ നിന്നുള്ളൂ ഈ ഒരു റിന്യൂവബിൾ എനർജി സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിൽ വരുന്ന ഒരു വിൻഡ് എനർജി എന്നുള്ളത് ഏകദേശം 100 ജിഗാവാട്ടാണ് ഈ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ. അപ്പോൾ ആ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 2030 ഈ 100 ജിഗാവാട്ടിന് മേലെ, ഏകദേശം അതിന് തൊട്ട് മേലെയൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു പ്ലാൻ. അതിൽ ഏകദേശം 50 ജിഗാവാട്ട് ഓൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അത് നല്ലൊരു അച്ചീവ്മെൻറ്റുമാണ്. കാരണം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഈ ഒരു സെക്ടർ മൂവ് ചെയ്യുന്നത്. അതിന് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള കുറേ പോളിസി ചേഞ്ചസ്, പിന്നെ ALMM എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത് കുറച്ച് നാൾ മുന്നേ വന്നിട്ടുള്ള ഒരു പോളിസി, അതായത് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ കോമ്പോണൻസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പോൾ അത് ഇന്ത്യൻ കമ്പനികളായിട്ടുള്ള ഇപ്പോൾ ഈ പറഞ്ഞ സുസ്ലോണ് അല്ലെങ്കിൽ ഇനോക്സ് വിൻഡ്, ഇങ്ങനെ 2-3 കമ്പനികൾ ഇന്ത്യൻ കമ്പനികളുണ്ട്. അവർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഈ സുസ്ലോൺ എന്നുള്ള കമ്പനി പോലെ തന്നെ ഇന്ത്യയിൽ കുറേ കമ്പനികൾ, ഈ സീമെൻസ് ഗമീസ, പിന്നെ വെസ്റ്റാസ്, പിന്നെ ജി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടാവും, അമേരിക്കൻ കമ്പനി, പിന്നെ സീമെൻസ്, പിന്നെ ഇനോക്സ് വിൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ, ഇങ്ങനെ കുറച്ച് കമ്പനികൾ അവിടെ ഓൾറെഡി ഈ ഇന്ത്യൻ ഇതിൽ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഈ സുസ്ലോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർ 1995 സമയങ്ങളിലാണ് തുളസി ടാൻഡി എന്ന് പറഞ്ഞിട്ട്, ഞാൻ ഇതിനെ കുറിച്ച് വേറൊരു വീഡിയോ 2021 22 ചെയ്തിട്ടുണ്ട്. ഞാനതൊക്കെ വിട്ടുപോയി. അത് പിന്നെ കുറേ തിരക്കിലൊക്കെ പെട്ടു, അതൊക്കെ വിട്ടുപോയി. അന്ന് ഞാൻ 7 രൂപ 10 റേഞ്ചിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിത് വലിയ അന്ന് ഈ സമയത്ത് ഈ കമ്പനി ശരിക്കും ജസ്റ്റ് അവരുടെ ഡെറ്റൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരുന്ന സമയത്താണ് ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിന് നല്ലൊരു ഭാവി കാണേണ്ടത്. അതേപോലെ തന്നെ അവിടെ നിന്ന് നേരെ ഭയങ്കര ഫാസ്റ്റായിട്ടുണ്ട് 83 റേഞ്ചിലേക്ക് എത്തി. ഇപ്പോൾ അത് കൺസോൾട്ടേഷനായിട്ട് ഏകദേശം 60-57 റേഞ്ചിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സുസ്ലോണിനെ കുറിച്ച് പറയാനും ഒരു കാരണമുണ്ട്. കാരണം കുറച്ച് ദിവസം മുന്നേ ഈ സുസ്ലോൺ, എനിക്ക് തോന്നുന്നു നവംബർ 6 നടന്നു, ഇവരുടെ ഒരു റിസൾട്ട് വന്നു, ക്വാർട്ടർലി റിസൾട്ട് Q2. ഈ റിസൾട്ട് കാണുമ്പോൾ ഭയങ്കര അതിശയമാണ്. കാരണം 30 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ സുസ്ലോൺ എന്ന് പറയുന്ന കമ്പനി കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ടാണ്. അതായത് ഏകദേശം മോർ ദാൻ 500% അവരുടെ ഈ റവന്യൂവിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. പിന്നെ അതേപോലെ തന്നെ ഈ പ്രോഫിറ്റിലും ഭയങ്കരമായിട്ടുള്ള ഒരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞത്, ഇപ്പം ഈ ഏകദേശം 3132 കോടി ജൂൺ ക്വാർട്ടറിൽ റവന്യൂ ഉണ്ടായിരുന്നത്, അത് നേരെ പോയത് 3871 കോടിയാണ് സെപ്റ്റംബർ ക്വാർട്ടറിൽ. പക്ഷേ 324 നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നതാണ്, അത് നേരെ പോയത് 1279 കോടി. അതിൽ വേറൊരു വിഷയമുണ്ട്. ഈ നമ്മുടെ ടാക്സ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് ഒരു കാൽക്കുലേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കിയാലും കഴിഞ്ഞ വർഷത്തെ 201 കോടി സെപ്റ്റംബർ ക്വാർട്ടറിന് ഉണ്ടായിരുന്നതാണ്. ഏകദേശം ഈ 1279 നമ്മളത് കഴിച്ചാലും വലിയൊരു മോർ ദാൻ 100% അപ്പോഴും അവിടെ ഒരു ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ
ഈ ഒരു കമ്പനിയുടെ ഈ എല്ലാ നിങ്ങൾ കുറച്ച് ഇതിൽ ഞാനിത് കുറേ നാളായിട്ട് വാച്ച് ചെയ്യുന്നതാണ്. ഏകദേശം 2008 മുതൽ ഞാൻ ഈ ഒരു കമ്പനീനെ വാച്ച് ചെയ്യുന്നുണ്ട്. അത് ആ വാച്ച് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇതിൻ്റെ ഒരു വലിയൊരു ഡിസാസ്റ്റർ. ഞാൻ സ്റ്റാർട്ടിങ്ങിലൊക്കെ തുടങ്ങി 2008 അന്നൊരു റിസഷൻ വന്നപ്പോൾ ഈ കമ്പനിയുടെ ഒരു വലിയൊരു തകർച്ച വന്നത്. അതായത് ഈ തുളസി ടാൻഡി 1995 ഈ കമ്പനി തുടങ്ങുമ്പോൾ വലിയൊരു വിഷൻ ഉണ്ട് ആൾക്ക്. ഈ ആൾ അറിയപ്പെടുന്നത്, ഇന്ത്യയിൽ അറിയപ്പെടുന്നത്, ആൾ മരിച്ചുപോയി 2021 22 ഞാൻ മറന്നുപോയി. അപ്പോൾ ആളും മരിക്കുന്നതിലും മുന്നേ ആൾക്കൊരു വലിയൊരു വിഷനുണ്ട്. ഈ കമ്പനി വലിയൊരു റിന്യൂവബിൾ എനർജി സെക്ടറിൽ ലോകത്തിൽ തന്നെ നമ്പർ 1 കമ്പനി ആവണമെന്നുള്ള ഉദ്ദേശത്തിൽ ആൾ കുറേ അക്വിസിഷൻസ് ചെയ്തു. അതായത് വേൾഡ് വൈഡ് ലോകത്തിൽ തന്നെ വലിയൊരു കമ്പനി ആവാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത്. അപ്പോൾ കുറേ ഡെറ്റും കുറേ ബോറോവിങ് ഒക്കെ വന്നോളൂ. അപ്പോൾ ഈ ബോറോവിങ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് 2008 റിസഷൻ വന്നത്. ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു നിശ്ചലമായി ഈ സാമ്പത്തിക രംഗം തളർന്നു പോയപ്പോൾ ഇവരുടെ പ്രൊജക്റ്റുകൾ പലതും ഹോൾഡായി. അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ വന്ന് ഇവർക്ക് ഈ ഡെറ്റ് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ഏകദേശം 17,000 കോടി കടണ്ടായിരുന്ന ഒരു കമ്പനി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു 10-11 കൊല്ലം സ്ട്രഗിൾ ചെയ്തിട്ടാണ് കുറച്ചൊരു റിവൈവൽ സ്റ്റേജിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു 2021 കാലഘട്ടങ്ങളൊക്കെ. അപ്പോൾ ആ സമയത്ത് ആ റിവൈവലൊക്കെ ആയ സമയത്താണ് ഇതിൻ്റെ സ്ഥാപകരിലെ ഒരാളായിട്ടുള്ള ഈ തുളസി ടാൻഡി മരിച്ചത്. അതിനുശേഷം ഇപ്പോൾ അവരുടെ സഹോദരന്മാർ ഗിരീഷ് ടാൻഡി പിന്നെ വിനോദ് ടാൻഡി അവരൊക്കെ ആണ് ഇപ്പോൾ ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. അന്ന് അതായത് 2005 മുതൽ 2007 ഈ റിസഷൻ തൊട്ട് മുന്നേ വരെ വളരെ ചെറിയ ഈ സ്റ്റോക്ക് പെട്ടെന്ന് 400-ന് മുകളിലേക്കാണ് കയറിപ്പോയത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇത് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നൊരു സ്റ്റോക്കായി മാറി. ഒരു ഫ്രണ്ട് ലൈനിലേക്ക് വന്ന് സ്റ്റോക്ക് പെട്ടെന്നാണ് ഒരു ക്രാഷ് വന്ന് അത് നേരെ പോയത് 2019 ആ സമയത്തൊക്കെ അത് എനിക്ക് തോന്നുന്നു 2 രൂപേന് താഴെ വരെ പോയിട്ടുണ്ട് ആ സ്റ്റോക്ക്. അപ്പോൾ അത്രയും ഒരു ഡിസാസ്റ്ററായിട്ട് ഉള്ള സ്റ്റോക്കാണത്. പലർക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ തുളസി ടാൻഡിയുടെ ഒരു എഫർട്ടും ഇവരുടെ പല റിവൈവൽ പ്ലാനുകളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഒരു 6-7 ബാങ്കിൻ്റെ ഒരു കൺസോർഷ്യം ഇവരുടെ ഡെറ്റ് മുഴുവൻ ക്ലിയർ ചെയ്ത്, അതായത് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാൽ പല ഇതിലേക്കും കൺവേർട്ട് ചെയ്ത് അവർ ഇക്വിറ്റിയിലേക്കും അതിലേക്കൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഈ കമ്പനീനെ ഒരു ഡെറ്റ് ഫ്രീ കമ്പനിയാക്കി. അവിടെ നിന്ന് മുതലാണ് ഇതൊരു ടേൺ അറൗണ്ട് സംഭവിക്കുന്നത്. അത് മുതൽ അവർക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ബർഡൻ അവിടെ ഒഴിവാകണം. അവിടെ നിന്ന് മുതൽ ഈ കമ്പനിയുടെ പല റവന്യൂലും നെറ്റ് പ്രോഫിറ്റിലും കാര്യമായിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ ഉണ്ടാവണം. അവിടെ നിന്ന് മുതലാണ് ഈ സുസ്ലോൺ ഒരു ടേൺ അറൗണ്ട് സംഭവിക്കുന്നത്. പക്ഷെ എന്നാലും പണ്ടത്തെ ആ ഒരു സ്റ്റോക്കിൻ്റെ ഏകദേശം ഫേസ് വാല്യൂ 10 ഉണ്ടായിരുന്നത് 2 ആയിട്ടുണ്ട്. അന്ന് ആദ്യം കണക്ക് കൂട്ടുമ്പോൾ സ്റ്റോക്ക് വാല്യൂ 400 കൂട്ടണ്ട, ഒരു 100-ന് താഴെയുള്ള ഒരു മാക്സിമം ഹൈ, അതായത് ഓൾ ടൈം ഹൈ അതിലേക്ക് ഏകദേശം 83.5 എത്തിയിട്ടുണ്ട്. അതിൽ നിന്നാണ് തിരിച്ചു വീണ്ടും വന്നിട്ട് 60 രൂപയ്ക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവരെ ഞാൻ പറഞ്ഞു നേരത്തെ ഒരു ബമ്പർ റിസൾട്ടാണ് ഇവരെ പ്രഖ്യാപിച്ചത്. അപ്പോൾ ഈ ഇതിൽ എന്താ കേസുണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ EPS ജൂണിൽ 0.24 ഉണ്ടായിരുന്നത് 0.94 ആയി. അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നോക്കുമ്പോൾ പിന്നെ ഓർഡർ ബുക്ക് 6.2 ജിഗാവാട്ട്, അതായത് ഏകദേശം 1.5-2 കൊല്ലം ഇവരുടെ ഒരു മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് മോർ ദാൻ 4 ജിഗാവാട്ടാണ് വർഷം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 6.2 എന്ന് പറയുന്നത് ഏകദേശം 1.5 വർഷത്തേക്കുള്ള ഓർഡർ ബുക്ക് ഓൾറെഡി ഇവരുടെ കയ്യിലുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഈ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓർഡർ ഫ്ലോ. ഇപ്പോൾ 2030 വരെ ഏകദേശം 10 ജിഗാവാട്ട് പെർ ഇയർ ഇന്ത്യൻ ഗവൺമെൻറ് ഉൽപ്പാദിപ്പിച്ചാലാണ്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രൊഡക്ഷൻ നടന്നാൽ, പുതിയ ഈ ടർബൈൻസ് ഇൻസ്റ്റാൾ ചെയ്താലാണ് ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് മോർ ദാൻ 100 ജിഗാവാട്ടിലേക്ക് ആ ഒരു ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർക്ക് ഏകദേശം 30% ആണ് മാർക്കറ്റ് ഷെയർ. അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിക്ക്, അതായത് 2030 വരെ ഈ കമ്പനി വിൻഡ് എനർജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സേഫാണ്. ഏകദേശം അവർക്കൊരു മാർക്കറ്റ് ഷെയർ അവിടെ ഉണ്ട്. പിന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ കമ്പനികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിലാകെ ഒരു വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രൊമോട്ടർ ഹോൾഡറാണ്. ഏകദേശം 11 ആണ് ഇവരെ പ്രൊമോട്ടർ ഹോൾഡിങ് വരുന്നത്. അതായത് FIS മോർ ദാൻ 22% ഉണ്ട്, പിന്നെ DIS ഉണ്ട് ഏകദേശം 10%. പിന്നെ ഇപ്പോൾ CFO, അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ കഴിഞ്ഞ ക്വാർട്ടർ അവരുടെ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഇവരുടെ CFO ഈ ഹിമാൻഷു മോഡി എന്ന് പറഞ്ഞിട്ട് ഒരാളായിരുന്നു. ആളാണ് ഈ ടേൺ അറൗണ്ട് സ്റ്റോറിയിലെ ഏറ്റവും വലിയൊരു കഥാപാത്രമായിരുന്നത്. ഈ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയിൽ വളരെ നിർണായകമായിട്ടുള്ള പല ഇതിലും ആളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. ആള് കഴിഞ്ഞ ഓഗസ്റ്റിൽ റിസൈൻ ചെയ്തിട്ട് സമാൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ
പുതിയൊരു സിഇഒയുടെ ഒരു ഒഴിവാടി ഉണ്ടായിരുന്നു. അത് ഏകദേശം 2-2.5 മാസത്തോളം എടുത്തു ഇവർക്ക് അത് പ്രഖ്യാപിക്കാൻ. അതിൻ്റെ ഒരു ഇഷ്യൂടെ കിടപ്പുണ്ടായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാൾ മുന്നേ ഇവർ ആ പുതിയ CFOനെ പ്രഖ്യാപിച്ചു. രാഹുൽ ജെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വലിയൊരു കമ്പനിയായിട്ടുള്ള SRFൽ ഏകദേശം 17-18 വർഷം വർക്ക് ചെയ്തിട്ടുള്ള രാഹുൽ ജെയിൻ എന്ന് പറയുന്ന ഒരാളെയാണ് ആ ഒരു പൊസിഷനിലേക്ക് കൊടുത്തിട്ടുള്ള ആൾ. ഏകദേശം ഡിസംബർ 15 ഇതിൽ ജോയിൻ ചെയ്യും. അപ്പോൾ പിന്നെ ഈ കമ്പനിയുടെ എനിക്ക് തോന്നുന്നു ഇവരൊരു വിൻഡ് എനർജി സെക്ടറിലേക്കാണ് ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ സോളാറിലും കുറച്ച് മെഗാവാട്ട്, ഏകദേശം 300 മെഗാവാട്ട് അതിനോട് അവർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു സെക്ടറിൽ ഇവർ ചിലപ്പോൾ ആ ഒരു സെക്ടറിലേക്കോ അല്ലെങ്കിൽ ബാറ്ററി സ്റ്റോറേജ് സെക്ടറിലേക്കോ ഏതെങ്കിലും ഇതിൽ ചെറിയ അക്വിസിഷൻസ് നടത്താനോ അങ്ങനെയൊക്കെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം ഒരു ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു വിൻഡ് എനർജി സെക്ടറിനെ മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളത് ചിലപ്പോൾ ആ ഒരു കമ്പനിക്ക് പിന്നീട് 2030 കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു ഭാവിയിൽ ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർ അങ്ങനെ ഒരു അക്വിസിഷൻസോ അല്ലെങ്കിൽ പുതിയൊരു ഒരു സംരംഭമോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാനും സാധ്യതയുണ്ട് ഇതിൻ്റെ ഇടയിൽ. പിന്നെ എന്ന് പറയുന്നത് ഇവർക്ക് വേറൊരു വലിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റനൻസ്. അത് വലിയൊരു ഹ്യൂജ് പൊട്ടൻഷ്യലാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്. ഏകദേശം 10,000 മേലെ വിൻഡ് ടർബൈൻസ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അത് വലിയൊരു സ്കോപ്പാണ്. കാരണം ഇത് കൂടി വരുന്നതിനനുസരിച്ച് അവർക്ക് അതിൻ്റെ മാർക്കറ്റ് ഷെയറും കൂടുന്നുണ്ട്. അപ്പോൾ അതിനും ഒരു സ്കോപ്പ് അവിടെയുണ്ട്. അവരുടെ റവന്യൂവിൽ വളരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു എമൗണ്ട് എല്ലാ മാസവും കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു എമൗണ്ട് അവിടെയുണ്ട്. അത് ഒരു കമ്പനിക്ക് ഒരു പ്ലസ് പോയിൻ്റാണത്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കമ്പനിക്ക് വളരെ ഒരു സാധ്യത കാണുന്നുണ്ട്. അടുത്തൊരു 5 വർഷത്തേക്കൊക്കെ ഈ കമ്പനി വളരെ വീണ്ടും ഈ സ്റ്റോക്ക് പ്രൈസൊക്കെ നന്നായിട്ട് കയറി പോകാനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഇനി കമ്പനികളുടെ പുതിയ തീരുമാനങ്ങൾ, അക്വിസിഷൻസ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ട് വരാനും സാധ്യതയുണ്ട്. കാരണം ഈ രാഹുൽ ജെയിൻ അക്വിസിഷനൊക്കെ വളരെ വിജയകരമായിട്ട് ചെയ്തിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു കമ്പനി ഒരു നല്ലൊരു പ്രൈസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. പിന്നെ എല്ലാവരും ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കണക്കൂട്ടാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റോ അല്ലെങ്കിൽ ഇതൊരു റെക്കമെൻഡേഷനോ അല്ല. പേഴ്സണലി എനിക്ക് ഇതിലൊരു ഹോൾഡിംഗ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ അഡ്വൈസർമാരുടെ അടുത്തും ബ്രോക്കർമാരുടെ അടുത്തും ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾ തീരുമാനം എടുക്കുക. ഓക്കെ, ബൈ.